ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ പി.ജി. മനുവിന് കീഴടങ്ങാൻ 10 ദിവസം കൂടി സാവകാശം അനുവദിച്ചു. പി.ജി. മനുവിന്റെ ഉപഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഷംന അശോക് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, കഴിഞ്ഞ ദിവസമാണല്ലോ കൂടുതൽ സമയം വേണമെന്ന് പി.ജി. മനു ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എന്നത്തേക്ക് കീഴടങ്ങണമെന്നാണ് കോടതി അറിയിക്കുന്നത്? അമൃത, മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നേരത്തെ 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയം അവസാനിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഉപഹർജിയുമായി മനു ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിൽ മനുവിന് ആശ്വാസം നൽകുന്ന ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. 10 ദിവസം കൂടി കീഴടങ്ങാനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും കോടതി പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മനു സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ കേസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനു കോടതി അറിയിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് കോടതി 10 ദിവസം കൂടി കീഴടങ്ങാൻ സമയം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി മുൻകൂർ ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ കോടതിയിൽ ഉൾപ്പെടെ മെൻഷൻ ചെയ്ത് അത് പരിഗണിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും മനുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഏതായാലും ഹൈക്കോടതിയിൽ നിന്നൊരു ആശ്വാസമായ നടപടി മനുവിന് ഉണ്ടായിട്ടുണ്ട്. അതായത് 10 ദിവസത്തിൽ കീഴടങ്ങിയാൽ മതി എന്നുള്ളതാണ് നിലവിൽ ജസ്റ്റിസ് പി ഗോപിനാഥ് പറഞ്ഞിട്ടുള്ളത്. ശരി, ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്.